ശ്രീ ജോൺ ബ്രിട്ടാസ്, എന്താണ് പുറത്ത് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പാർലമെന്റിൽ സംഭവിക്കുന്നത് കാണാൻ കഴിയുന്നില്ല സാർ. പ്രതിപക്ഷത്തിന്റെ യാതൊരു പ്രതിഷേധവും സൺസ് ടി വി പുറത്തേക്ക് വിടുന്നുമില്ല. അവിടെ ഉയർന്നു കേൾക്കുന്ന രാജി മുറവിളികൾ മാത്രമാണ് ഇന്ന് നമുക്ക് സഭയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന ഒന്ന്. പ്രധാനമന്ത്രി തുടർച്ചയായ ദിവസങ്ങളിൽ എത്തുന്നില്ല പാർലമെന്റിലേക്ക്. അദ്ദേഹം അർദ്ധരാത്രിയിൽ ഇട്ട ഒരു പോസ്റ്റിലൂടെയാണ് രാജ്യത്തോട് സംവദിച്ചതത്രേ. പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഇന്ന് പറയുന്ന കിരൺ റിജിജുവിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് പാർലമെന്റിൽ സംഭവിക്കുന്നത്? പ്രധാനമന്ത്രി രാത്രി വൈകി പതിവിന് വിപരീതമായി ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം അടിവരയിട്ടൊരു കാര്യമുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ ഉത്തരവാദികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, കർക്കശമായ നിയമം കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെയാണ് അദ്ദേഹം ഊന്നാൻ ശ്രമിച്ചൊരു കാര്യം. എനിക്ക് മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് താഴെക്കടയിലുള്ള ഉത്തരവാദിത്വമാണോ, ഏതെങ്കിലും ഒരാൾ ഈ ചോദ്യപേപ്പർ വിറ്റതാണോ? പക്ഷേ ഈ മൊത്തം സംവിധാനത്തിന് അധ്യക്ഷം വഹിക്കുന്ന വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണോ? ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മാതാവാണെന്ന് ഈ പ്രധാനമന്ത്രി ലോകം മുഴുവൻ നടന്ന് പറയാറുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് കേവലപരമായൊരു മര്യാദയല്ലേ? ഇപ്പം ധർമ്മേന്ദ്ര പ്രധാനെ തീഹാർ ജയിലിൽ അടക്കണമെന്നോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും നമ്മൾ പറയുന്നില്ലല്ലോ. ധാർമ്മിക ഉത്തരവാദിത്വം. 1 കോടി രൂപയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ച ആൾക്കാരുള്ള ഒരു രാജ്യമാണിവിടെ. ഒരു വിമാന അപകടം വരുമ്പോൾ മന്ത്രിമാർ രാജിവെച്ചൊരു രാജ്യമാണിത്. തീവണ്ടി അപകടം, എന്തെല്ലാം കാര്യങ്ങൾക്ക്. ഉദാഹരണം പറഞ്ഞാൽ മുംബൈ തീവ്രവാദ ആക്രമണം, ആ മന്ത്രി അറിഞ്ഞിട്ടാണോ തീവ്രവാദ ആക്രമണം നടന്നത്? പക്ഷേ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. ഈ രാജ്യം മുഴുവൻ ഈ പ്രതിഷേധ ജ്വാല ഇങ്ങനെ ഉയരുന്ന സമയത്ത് ഇല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആള് എന്തെങ്കിലും വിശുദ്ധ പശുവാണോ? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ, പൊതുസേവകനല്ലേ? സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിമാരും ബന്ധപ്പെട്ട ആൾക്കാരും പൊതുസേവകരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ മാറി നിൽക്കാറില്ലേ? ഇതല്ലേ ഈ പിള്ളേർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഇതല്ലേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി ഈ ഉത്തരവാദികളെ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ അത് താഴെ നിന്നല്ല തുടങ്ങേണ്ടത്, മുകളിൽ നിന്ന് തുടങ്ങേണ്ടത്. രണ്ടാമത്തെ കാര്യം, കർക്കശമായ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നിയമത്തിൻ്റെ അഭാവമാണുള്ളത്. നമുക്ക് വലിയൊരു ഭരണഘടനയുണ്ട്, നിയമങ്ങളുണ്ട്. മാത്രമല്ല അഭിനവ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞ നമ്മുടെ നടിക്കുന്ന അമിത്ഷാ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഭാരതീയ ന്യായ സംഹിത, ബാക്കി രണ്ടെണ്ണത്തിൻ്റെ പേരെനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതായത് CRPSനും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ടുള്ളത് കൊണ്ടുവന്നു. ഈ IPCയുടെ പകരമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ഭാരതീയ ന്യായ സംഹിത. ഇത് ഈ നിയമങ്ങളുടെ അഭാവം കൊണ്ടാണോ യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നത്? ആത്മാർത്ഥതയുടെ അഭാവം കൊണ്ടാണ്, ഡെഡിക്കേഷൻ്റെ അഭാവം കൊണ്ടാണ്, കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ ഉത്തരവാദിത്വം മുകളിൽ നിന്ന് പിൻ ചെയ്യണം. ഇനി ഏറ്റവും വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ആ വാർത്ത രാവിലെ തന്നെ ട്വീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ. അതായത് ഇവർ ഈ ഉത്തരവാദിത്വം പിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അടിവരയിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിട്ട് ഒരു വ്യക്തിയെ നിയമിച്ചു, നരേഷ് പാൽ ഗംഗ്വാർ. അദ്ദേഹമാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. അതായത് 1,16,00,000 രൂപ കേന്ദ്രത്തിൻ്റെ സബ്സിഡി, കാർഷിക സബ്സിഡി, വാണിജ്യ വിളകൾക്കുള്ള സബ്സിഡി അദ്ദേഹം അധ്യക്ഷം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും ഭാര്യയുടെയും പുത്രൻ്റെയും പേരിൽ അനുവദിച്ച് ഇത്രയും ഭീമമായ പണം സ്വകാര്യ ഫണ്ടിലേക്ക് മാറ്റിയ ഒരു വ്യക്തിക്ക് സുതാര്യതയുണ്ടോ? എന്തെങ്കിലും തരത്തിൽ പ്രതിബദ്ധത ഉണ്ടാവുകയാണോ? അദ്ദേഹത്തെയാണോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാക്കി വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ വിദ്യാർത്ഥികളുടെയും അതുപോലെ ചെറുപ്പക്കാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഈ സമരത്തെ പ്രതിരോധിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഈ സർക്കാർ കൈക്കൊള്ളുന്ന ഓരോ നടപടിയും വിപരീത ഫലമാണ് ഉളവാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ജന്തർ മന്ദിർ എന്നാണ് വരുന്നത്.
മിക്കവാറും ദിവസങ്ങൾ അവിടെ പോകാറുണ്ട്. അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ജനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്. ടിക്കറ്റ് നിരക്ക് വളരെ അധികമാണെങ്കിൽ പോലും അവർ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയും വരുന്നു. 20-ാം തീയതി നടന്ന പാർലമെൻറ്റ് മാർച്ചിൽ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട, അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായ ആൾക്കാർ ഒടിഞ്ഞ കാലുകൾ പ്ലാസ്റ്ററിലിട്ടുകൊണ്ട് വീൽ ചെയറിലാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമര വീര്യം, ഇച്ഛാശക്തി, ദൃഢനിശ്ചയം ഈ സർക്കാർ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് ഈ സർക്കാരിനോടും സർക്കാരിനെ നയിക്കുന്ന BJPയോടും RSSനോടും പറയാനുള്ളത്. Debate with Madhu Saji.